ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 4 ആയിട്ടാണ് ഗൈസ്. അതെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ച് നമുക്ക് സ്റ്റോറിൻ്റെ പേര് മാറ്റുന്ന പറഞ്ഞൊരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്നെയാണ് ഗൈസ്. ഞാൻ പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് നമുക്ക് പേര് സ്റ്റോറിൻ്റെ പേര് മാറ്റാനും സാധനം എല്ലാം വാങ്ങിക്കാനും നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് എടുത്തിട്ട് നമ്മൾ എല്ലാ സാധനവും വാങ്ങിച്ചില്ല. പിന്നെ സ്റ്റോറേജ് അൺലോക്ക് ആക്കാനും എല്ലാം കൂടെയുള്ള പൈസ നമ്മൾ സെറ്റാക്കി ഗൈസ്. നമ്മൾ ഈ 1501 രൂപയുണ്ട് ഗൈസ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയപ്പം നമ്മുടെ എത്ര 500 പോലും ഇല്ലായിരുന്നു തോന്നുന്നു ഗൈസ്. ഞാനിങ്ങനെ പ്രൊഡക്റ്റ് ലൈസൻസ് സാധനം വിറ്റ് ഞാൻ 1501 രൂപ ഉണ്ടാക്കി ഗൈസ്. എല്ലാം നമ്മുടെ കടയ്ക്കകത്തോട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി നമുക്ക് സാധനമൊക്കെ വാങ്ങിച്ചിരുന്നത് സെൽഫ് മൊത്തം നിറയ്ക്കണം. ഞാൻ ഗൈസ് പിന്നെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ ഫ്രിഡ്ജ് നമുക്ക് മാറ്റണം ഗൈസ്. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ പേര് ഇങ്ങ് മാറ്റാം ഗൈസ്. നമ്മൾ ഇവിടെ കസ്റ്റമൈസേഷനകത്ത് തന്നെ ഗൈസ് സ്റ്റോർ നെയിം ചേഞ്ച് അടിച്ചാൽ നമുക്ക് പേര് മാറ്റാൻ പറ്റും ഗൈസ്. നമുക്ക് പേര് നമ്മുടെ എൻകാർഡോക്സ് സ്റ്റോർ എന്നാക്കാം ഗൈസ്. എൻകാർഡോക്സ് ഓക്കെ ഗൈസ്, ആയിട്ടുണ്ട്. വിത്ത് കുറച്ച് കുറയ്ക്കാം ഗൈസ്. ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് പച്ചയാക്കാം ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വൈറ്റ് ആക്കാം. വൈറ്റ് ഉണ്ടോ? വൈറ്റ് ഓക്കെ ഗൈസ്. എന്തെങ്കിലും അപ്ലോഡ് ചെയ്യും ഗൈസ്. നമ്മുടെ കടയുടെ പേര് മാറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഒഫീഷ്യലി നമ്മുടെ എൻകാർഡോക്സ് സ്റ്റോർ നമ്മളിവിടെ തുറന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോഴാണ് ശരിക്കും ഇത് എൻ്റെ കടയായത്. കണ്ട ഗൈസ്, എൻ്റെ പേരൊക്കെ വന്നു. ഇനി ഇത് പർച്ചേസ് പേപ്പർ മാർക്കറ്റ് ആൻഡ് പെയിൻറ്റ് വള അതൊക്കെ അവിടെ കിടക്കട്ടെ ഗൈസ്. ഇവർ പറയുന്ന കണക്ക് തന്നെ ചെയ്യാൻ നിന്ന് കുറച്ച് മെനക്കേടാണ്. നമുക്ക് എന്തായാലും കുറച്ച് പൈസ ഉണ്ടാകും ഗൈസ്. ഞാൻ ഇവിടെ കാർട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ എല്ലാം കൊണ്ടൊന്ന് അടിച്ച് നമുക്ക് നാളെ അടിപൊളിയായിട്ട് കച്ചവടം നടത്തണം ഗൈസ്. നമ്മൾ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ചിട്ട് ഒഫീഷ്യലി നമ്മൾ എല്ലാ പ്രൊഡക്റ്റും വാങ്ങിച്ച് വെക്കാൻ പോവാണ് ഗൈസ്. 296 ഗൈസ് പർച്ചേസ്. ഇനി ഒരു 800 രൂപ ഉണ്ട് ഗൈസ് എൻ്റെ. ഞാൻ ഇവിടുത്തെ നമുക്ക് സ്റ്റോറേജ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഇവിടെ നിന്നായിരുന്നു സ്റ്റോറേജ്. അതെ, സ്റ്റോറേജ് വാങ്ങിക്കാൻ പോയി ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ സ്റ്റോറേജ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറേജ് ഇതല്ലായിരുന്നു സ്റ്റോറേജ്. ഇത് ലോക്ക്ഡൗണല്ലോ. പുറത്താണോ ഗൈസ് സ്റ്റോറേജ്? എവിടെ ഉണ്ടായിരുന്ന ഗൈസ് സ്റ്റോറേജ്? എവിടെയാണെന്ന് ഞാൻ മറന്നു. ഗൈസ് താണ്ടെ ഗൈസ് നമ്മുടെ സ്റ്റോറേജ്. ഇപ്പോൾ ഇവിടെ ഒരു കഥ ഉണ്ടായിരുന്നല്ലേ. എന്തായാലും നമുക്ക് സെറ്റാക്കാം. ലൈറ്റൊന്നും ഇല്ല ഗൈസ്. ലൈറ്റൊക്കെ വാങ്ങിച്ച് നോക്കണം. ഇന്ന് രാത്രി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് അടുക്കി നിരത്തി വെക്കാൻ ഗൈസ്. നമ്മുടെ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ചിട്ട് നമ്മൾ നാളെ തൊട്ട് പ്രോപ്പറായിട്ട് കച്ചവടം തുടങ്ങുന്നതായിരിക്കും. പിന്നെ വീഡിയോ ആണെന്നാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട. ഓക്കെ ഗൈസ്, നമുക്ക് സാധനം ഇവിടെ കൊണ്ട് എടുക്കുന്നത്. എവിടെ പാല്? ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇച്ചിരി വലിയ ഫ്രിഡ്ജ് വാങ്ങിക്കാം ഗൈസ്. ഇപ്പോൾ അത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. നമുക്ക് എന്തായാലും ഇതിങ്ങനെ അങ്ങോട്ട് അടുക്കി വെച്ചേക്കാം. ഓക്കെ, അത് സെറ്റാക്കി. കട ക്ലോസ് ചെയ്യേണ്ട സമയമായി ഗൈസ്. കാരണം 9 മണിയായിട്ട് നമുക്ക് സാധനം എല്ലാം അടുക്കി. ഇപ്പോൾ നമ്മൾ സ്റ്റോറേജ് വാങ്ങിച്ചത് വെറുതെയാണ് ഗൈസ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും അത്രയും പൈസയൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പം സ്റ്റോറേജ് വാങ്ങിച്ചു വെച്ചും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഭാവിയിൽ നമ്മൾ ടൺ കണക്കിന് സാധനങ്ങൾ ഇറക്കുമ്പം നമുക്ക് സ്റ്റോറേജ് സ്റ്റോർ ചെയ്യാനായിട്ട് ഇപ്പോഴേ നേരത്തെ കരുതിക്കൂട്ടി ചെയ്തതാണ് ഗൈസൊക്കെ. ഇനി പുതിയൊരു പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണം. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. പ്രൊഡക്റ്റ് ലൈസൻസ് എന്തുവാണെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് കടയുടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. ഗ്രോത്ത് നമ്മളെ ഇപ്പം തീരെ ചെറുതാണ് കട. നമുക്ക് അങ്ങോട്ട് നിന്നും തിരിയാൻ പോലുള്ള സ്ഥലമില്ല. അങ്ങനെ നമുക്ക് സെറ്റാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റാക്കാൻ ഉണ്ട് ഗൈസ്. ഇവിടെ ഫ്രിഡ്ജ് നിറഞ്ഞടാ. ഇനി ഇതിനകത്ത് എവിടെ വെക്കാനാണ്? അത്രേ ഇരിക്കത്തുള്ളൂ ഗൈസ്. ഡിസ്പ്ലേസ് ഫുൾ. സ്റ്റോറേജിൻ്റെ ഉപകാരം വന്നു ഗൈസ്. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ സ്റ്റോറേജ് ഉപയോഗിക്കാൻ പോകും. ഇനി ഇവിടെ ആൾക്കാരെയൊക്കെ ഹയർ ചെയ്യണം ഗൈസ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വെക്കാം. ഇവിടെ ലൈറ്റ് ഇല്ല. ഇവിടെ ലൈറ്റ് കൂടെ വാങ്ങിച്ചു വെക്കണം ഗൈസ്. ഇതെന്താ ഷുവർ. നമുക്ക് എന്തായാലും എല്ലാം വെച്ചിട്ട് നമുക്ക് നാളെ കട തുടങ്ങാം. ഇന്നത്തെ കട ക്ലോസ് ചെയ്യേണ്ട സമയമായി. ഇനി പെയിൻറ്റിന് എത്ര രൂപ നോക്കാം ഗൈസ്. നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. വാങ്ങിച്ച് പെയിൻറ്റ് അടിക്കാം. വെള്ള പെയിൻറ്റ് അടിക്കാം. ഗൈസ് അടിക്കുവാണെങ്കിൽ ഞാൻ അന്ന് ഇവിടെ കിടന്ന് തപ്പി. എനിക്ക് അറിയത്തില്ലായിരുന്നു എവിടാ ഇത് നോക്കുന്നത് ഞാൻ. അപ്പം നമുക്ക് ഇപ്പം ഈ സ്റ്റോറിൻ്റെ പേര് മാറ്റുന്ന എവിടെ നിന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ ഇടം തപ്പി, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ നോക്കി കണ്ടുപിടിച്ചു ഗൈസ്. ചെറിയൊരു പ്രശ്നം പറ്റിയതാ. ഇത് തറയിലോട്ടൊക്കെ ഇവിടെ ഞാൻ കൊണ്ട് ഇത് വെച്ച് നെയിം ടാഗ് മാറ്റണം. ഞാൻ സീരിയൽ താഴെയായിരുന്നു വെച്ചിരുന്നത്. കൊണ്ടൊക്കെ മേലെ വെച്ചു. സീനില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ,
ഇവിടെ വല്ലായിരുന്നു ഇതിനകത്ത്. ഇവിടെ ഓക്കെ അതെന്ത് സംഭവം. ഞാനിവിടെ പൈസ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ ഇരിക്കുന്ന കാപ്പിപ്പൊടി കേസ്. അതിന് 11 രൂപ എങ്ങാണ്ടായി. ഞാനിത് ഇവിടെ വാങ്ങിച്ച് ഇത് സെല്ല് ചെയ്തുകൊണ്ട് സാധനം എല്ലാം വാങ്ങിച്ച് സെല്ല് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പം നമ്മുടെ ബ്ലാക്ക് ടീ പൗഡറോ അങ്ങനെ കണ്ട അതിന് പറയുന്നത്, അതിന് വില കൂടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതെടുത്ത് അപ്പുറം ഇപ്പുറമായിട്ട് വെച്ച് വില എന്തുവാ $11 ഇട്ട്. കുറേ പേര് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു പോയി. $10 എത്ര കൊണ്ടായത് അതിൻ്റെ പ്രൈസ്. എല്ലാത്തിനും പ്രൈസ് കൂടെ സെറ്റ് ചെയ്യാൻ കൈസ് കേട്ടോ. 10.1 11.20 ഇട്ടേക്കുന്നത്. വേറെ എന്തിനെങ്കിലും പ്രൈസ് കൂടിയോ നോക്കട്ടെ കൈസ്. പിന്നെ നോക്കിയിട്ടില്ലായിരുന്നു ഈ ശരിക്കും നമുക്ക് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് നോക്കിക്കൂടി. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കൈസ് പ്രൈസിങ് 7, 6, 3, 4, 2, 3, 5 ഗൈസ് 4.3. ചീസിന് നമ്മൾ 4.20 ഗൈസ് കൊടുത്തേക്കുന്നത്. 4.3 എന്നാണ് ചീസിൻ്റെ പ്രൈസ്. നമുക്ക് രണ്ടെണ്ണത്തിന് പ്രൈസ് മാറ്റാനുണ്ട് ഗൈസ്. നമുക്കൊരു 4.50 കൊടുക്കാം ഗൈസ്. 3 ഒന്നുമില്ലേ, നമുക്കൊരു 5 കൊടുക്കാം ഗൈസ്. 5-നൊക്കെ വിറ്റ് പോകും. ഇവിടെ എത്ര വാട്ടറിന് 2.9, നമ്മൾ 3 കൊടുത്തേക്കുന്നത്. 3.25 കൊടുക്കാം ഗൈസ്. ഓക്കെ പിന്നെ എന്തുകൊണ്ട് പിന്നെ ബാക്കിയെല്ലാത്തിനും കറക്റ്റില്ല. ബാക്കിയെല്ലാത്തിനും കറക്റ്റ് ഗൈസ്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ടൂൾസ് ചെയ്ത് പ്രൊഡക്റ്റ് ലൈസൻസ് പറഞ്ഞോടെ വാങ്ങിക്കണം. ഫർണിച്ചർ നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം ഗൈസ്, വലിയ ഫ്രിഡ്ജ്. പിന്നെ നമുക്ക് വേണ്ടുന്ന മാനേജ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഗ്രോത്ത് ഒന്ന് പർച്ചേസ് ചെയ്യണം. റിക്കോർഡ് സ്റ്റോർ ലെവൽ 6 അതുകൊണ്ട് 750 രൂപ വേണം ഗൈസ്. 750 രൂപയാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ലൈസൻസിനകത്ത് പീനട്ട് ബട്ടറിൻ്റെ ഈ ലൈസൻസ് കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. എന്തായാലും നമുക്ക് ഇന്നത്തെ കട ക്ലോസ് ചെയ്യാൻ. നമുക്ക് വേറെ ഒന്നുമില്ലല്ലേ? ഇല്ല ഗൈസ്, നമ്മൾ അടുത്ത ദിവസം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ചീസിന് വില കുറഞ്ഞു. ഞാൻ വില കൂട്ടിയപ്പോൾ തന്നെ ചീസിന് വില കുറഞ്ഞു. അടിപൊളി ഗൈസ്. എത്രയായി? 3.48 4.5 അതായത് കേട്ടോ. ഓക്കെ ഗൈസ് നമ്മുടെ കട തുറന്നിട്ടുണ്ട് ഗൈസ്. കടോക്ക് സ്റ്റോഴ്സ് എന്തോ ഒരു സുഖം. ഇനി പെയിൻറ്റ് പർച്ചേസ് ചെയ്യുക. അത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? മാർക്കറ്റിൽ നിന്നോ ഫർണിച്ചറിനകത്താണോ? അല്ല പെയിൻറ്റ് എവിടെ കിടക്കുന്നത് ഇപ്പം? അതെ ഗൈസ് പെയിൻറ്റ് എവിടെ കിടക്കുന്നതെന്ന് അറിയാവോ? എൻട്രൻസ് പൊസിഷൻ, എൻട്രൻസ് അപ്പിയറൻസ്. ഇതിപ്പോൾ പെയിൻറ്റ് എവിടെ കിടക്കുന്നേ ഗൈസ്? നമുക്ക് ലോണൊക്കെ എടുക്കണം ഗൈസ്. നമുക്കൊരു 750 ലോണൊക്കെ എടുത്താലോ? എന്നിട്ട് നമുക്ക് കടയൊന്ന് എക്സ്പാൻഡ് ചെയ്താലോ ഗൈസ്? നോക്കാം ഗൈസ്, നമുക്കതൊക്കെ നോക്കാം. ഈ പർച്ചേസ് എ പെയിൻറ്റ് ഫ്രം മാർക്കറ്റ് ആൻഡ് പെയിൻറ്റ് വാൾ. ഓക്കെ നമുക്ക് മാർക്കറ്റൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. നമുക്ക് നോക്കണം എവിടാന്ന് അറിയത്തില്ല. ഇവിടെ മാർക്കറ്റൊക്കെ ഇവിടെ കണ്ടുപിടിക്കാൻ ഗൈസ് പതുക്കെ. അതോടെ കിടക്കട്ട്. ഇവിടെ ചീസിന് വില കൂടുതലാന്ന് പറയുന്നതാ. എത്ര ഇട്ടേക്കുന്നത്? 3.48 നമുക്ക് 4.25 കൊടുക്കാം ഗൈസ്. അത്രയൊക്കെ മതി. അങ്ങനെ ഇറങ്ങിപ്പോയി. ഓക്കെ ഗൈസ് കണ്ട ഇങ്ങനെയൊക്കെ കച്ചവടം നടക്കണം. 55 രൂപയുടെ കച്ചവടം പൈസ കൊണ്ട് നടന്ന് 44 രൂപ 20 40 50. ഓക്കെ ഗൈസ് അടുത്ത ലോട്ടായി. എന്നാ ഇത്ര കാലം ഇങ്ങനെയൊക്കെ തുരുതുരാന്ന് അടിച്ചിട്ട് ഗൈസ് നമ്മുടെ കച്ചവടം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്കിനി പതുക്കെ സാധനമൊക്കെ പെട്ടെന്ന് തീരും ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിനി സ്റ്റോക്കായിട്ടൊക്കെ വാങ്ങിച്ചു വെക്കണം, എന്നാലേ ഇനി കാര്യം നടക്കൂ. പിന്നെ ഇവിടെ ഒരു ആളെ കൂടെ നടത്താൻ ഗൈസ്. നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ഇപ്പം തോന്നുന്നു ഇപ്പം നടത്താൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. തിരക്കണം. $4 അയ്യോ അത് കുടിപ്പോയി. 20 30. ഓക്കെ കറക്റ്റ്. നമുക്ക് പതുക്കെ നമ്മുടെ സ്റ്റോർ അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ ആക്കണം ഗൈസ്. അതാണ് എൻ്റെ ആഗ്രഹം. 34.60. ഈ മുട്ട മാത്രം വാങ്ങിക്കാൻ പിന്നെ വരുന്നത് എന്തിനാ? $4. ഈ ബാക്കി കൊടുക്കുന്നതാണ് പാട്. 66 20 40 60 5 1 6 10 സെൻറ്റ് അല്ലേ ഗൈസ് അത്? ഓക്കെ ഗൈസ് ഫ്രിഡ്ജ് ചെയ്ത സാധനമൊക്കെ തീർന്നെന്ന് തോന്നണം. ആരും എടുക്കുന്നുണ്ടാ നോക്കട്ടെ. 46.96. കടയിലോട്ട് ആരും വരുന്നില്ല.
മുട്ട പകുതിയായി, പാലുണ്ട്, വെള്ളം 2 കുപ്പിയുടെ ഉള്ളൂ. വെള്ളം നമുക്ക് കൊണ്ടുപോകാം ഗൈസ്. ഇവിടെ എല്ലാം ഉണ്ട്. കാപ്പിപ്പൊടി, ആ സാധനത്തിന് നല്ല ചിലവുണ്ട് ഗൈസ്. അത് പെട്ടെന്ന് തീരുന്ന ആ കാപ്പിപ്പൊടി, ഇത് ടീ ബ്ലാക്കോ അങ്ങനെ ആ സാധനം. ഇപ്പോൾ കസ്റ്റമർ വരും. നമുക്കിത് ഇങ്ങോട്ടങ്ങ് വെച്ചേക്കാം ഗൈസ്. ഇവിടെ ഉള്ളൂ. ആ പെണ്ണ് ഇറങ്ങിപ്പോയി. ഓക്കെ, 13.25. $26 ബാക്കി, 90 സെൻറ്റ്. ഇപ്പോൾ 4 ആയിപ്പോല്ലേ? കറക്റ്റല്ലേ കൊടുത്തത്? ഓക്കെ ഗൈസ്, നമ്മുടെ സാധനമൊക്കെ പെട്ടെന്ന് തീരുന്നു. നമുക്ക് ഇനി ഇങ്ങനത്തെ മാർക്കറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഒന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് നമ്മുടെ കടയൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ലോണൊക്കെ പതുക്കെ അടഞ്ഞു പോയില്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി സെൻറ്റിന് പകരം ഞാൻ വേറെന്താ അതിനകത്താ കുത്തുന്നത്? മറ്റേ ഡോളറിൻ്റെ അതിനകത്താണ് ഞാൻ കേട്ടോ. 1 സെൻറ്റ് കൊടുക്കാൻ മറന്നു യേസ്. ഇതിൽ -1. പോയിന്റ് വരുന്നില്ല. 0.16 അല്ല 16. പക്ക വന്നില്ല. ഓക്കെ, നമ്മുടെ കട കുറേ പേര് നിൽക്കുന്നു. 10, 30 തുരുതുരാന്ന് ക്യൂ നിൽക്കുന്നു ഗൈസ്. ചെയ്യാനാന്ന് പറ. കാർഡ് കൊണ്ടു, അതാവുമ്പോൾ പെട്ടെന്ന് അടിച്ച് തീർക്കുക. എന്തോ കുഡിങ് ഫൈൻഡ് ബയോ. എഗ്ഗൊക്കെ തീർന്നു ഗൈസ്. ബാക്കി സാധനങ്ങളും തീർന്ന് കാണും. $15.5. ഓക്കെ, നമുക്ക് എന്തായാലും നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. നേരത്തെയൊക്കെ 500 കഴിയാൻ പാടുപെടുമായിരുന്നു. ഇപ്പോൾ ദാണ്ട് 700 ആയി ഗൈസ്. നമുക്കൊരു എന്തൊക്കെ തീർന്നെന്ന് നോക്കട്ടെ. ഓക്കെ, കാപ്പിപ്പൊടി തീർന്ന്, ഫ്ലോർ തീർന്ന്, പാസ്ത തീർന്ന്, എണ്ണ തീർന്ന്, പാൽ 1 ട്രേ തീർന്ന് ഗൈസ്. പിന്നെ മുട്ടയും തീർന്ന്. ഇത്ര സാധനം തീർന്ന് ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ ലൈറ്റ് നോട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഒരു ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാം. എന്നിട്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? 1.25, ഓക്കെ ഗൈസ്, ഇന്നത്തെ സാധനമൊക്കെ തീർന്നെന്ന് തോന്നുന്നു. നമുക്കിനി ഒരു വലിയ അപ്ഗ്രേഡ് ചെയ്തിട്ട് വേണം കാര്യമായിട്ട് നമുക്കിവിടെ ഷെൽഫൊക്കെ ഒന്ന് അടുക്കി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാൻ. തീർന്ന ആൾക്കാരൊക്കെ ഇല്ല. ഒരു ടീച്ചറുണ്ട്. 20.30. ഓയിലൊക്കെ തീർന്ന് ബ്രോ, ഇറങ്ങിപ്പോ. ഓയിൽ എന്താക്കി എപ്പോഴും ആൾക്കാർ വരുന്നു. ചെയ്യാനെന്ന് പറ. സ്ലൈസ്ഡ് ബ്രെഡൊക്കെ തീർന്നു ഗൈസ്. കച്ചവടം ആ സാധനമെല്ലാം തീർന്ന്. ഇനി എന്തുണ്ട്? പാലും ചീസും. ആ പാലും തീർന്ന്. വെള്ളവും ചീസും കൂടെ ഉള്ളു ഗൈസ്. 1 കുപ്പി വെള്ളമുണ്ട്. അതുകൂടെ ഞാൻ കാര്യം മാറ്റോണ്ട് വന്നിപ്പോട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ട് കളഞ്ഞിട്ട് എനിക്ക് ആ സ്റ്റോറേജിനകത്ത് ഒരു ലൈറ്റ് വെക്കണം ഗൈസ്. അത് വെക്കണം. പിന്നെ പെയിൻറ്റ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്ന അറിയത്തില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ കച്ചവടമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നത്. 25.6 പോകുന്നു. അയ്യോ, പോയിന്റ് വന്നില്ല. 0.6 പോകുന്നു. എല്ലാത്തിനും പ്രോപ്പറായിട്ട് അടിച്ചിരുന്നു ഗൈസില്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പാടാ. അപ്പം ഓക്കെ, ഷുഗർ തീർന്നിട്ടുണ്ട്. ആ ഷെൽഫ് മൊത്തം തീർന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തുനിന്ന് ഓക്കെ ഗൈസ്, 1 കുപ്പി വെള്ളവും 2 ചീസ് കൂടെ എങ്ങാണ്ടേ ഉള്ളു ഗൈസ്. അത് ഇനി എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. അതുകൂടെ തീർത്തായിരുന്നു നമുക്ക് ഇന്നത്തെ കച്ചവടം നടത്താമായിരുന്നു. എത്ര ബാക്കി കൊടുക്കാണ്ട്? $1.75. ഓക്കെ ഗൈസ്, 1 ചീസ് 1 വെള്ളമുണ്ട്. ആരെങ്കിലും വന്ന് വാങ്ങിക്കുമോ? നമുക്ക് നോക്കാം ഗൈസ്. $5.75.
ഗൈസ് നമ്മുടെ സാധനമൊക്കെ തീർന്ന് കട അടയ്ക്കാൻ സമയം ഇന്ന് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അയ്യോ നമുക്ക് വാങ്ങിക്കുക ഗൈസ്. അതിന് 9 മണിയായിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടെ പോകും നോക്കാം. നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ നാളെ പറ്റത്തുള്ളൂ. നോക്കട്ടെ ഗൈസ്, നമ്മൾ ലോൺ എടുത്തു ഗൈസ്. ബാങ്കിൽ നിന്ന് അടച്ചു തീർത്താലോ? 900 അടച്ചു തീർക്കണം ഗൈസ്. വേണ്ട, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പ്രൊഡക്റ്റ് ലൈസൻസ് വെച്ച് നമ്മുടെ കട അങ്ങ് എക്സ്പാൻഡ് ചെയ്യാം ഗൈസ്. 20-നകത്ത് നമ്മൾ 750 രൂപയ്ക്ക് നമ്മുടെ കട എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലൈസൻസ് വാങ്ങിക്കണം പറഞ്ഞോ? നമുക്ക് ലൈസൻസ് കൂടെ വാങ്ങിക്കാം ഗൈസ്. ഗൈസ് ബാക്കി നമ്മുടെ 400 രൂപയുണ്ട്. നമ്മൾ ഓക്കെ ഗൈസ്, ഇങ്ങോട്ടാണ് കട എക്സ്പാൻഡ് ആയിരിക്കുന്നത്. ഒരു ലൈറ്റ് വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. മാർക്കറ്റിൽ നിന്നില്ല, സാധനം ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലേ. ഫർണിച്ചറിനകത്തല്ലായിരുന്നു ലൈറ്റ്. യെസ്, ആട്ടുകാട്ടൊരു 3 ലൈറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത ദിവസം തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം. പർച്ചേസ് നമ്മൾ ലൈറ്റ് 2 വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അല്ലെ, ലൈറ്റ് 3 വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊരു 3 ലൈറ്റ് വെക്കാറുണ്ട് ഗൈസ്. ഞാൻ നിൽക്കുന്ന നടക്കണം. ഓക്കെ ഗൈസ്, നമ്മളുടെ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നേരെ ആക്കി വെക്കാൻ പറ്റത്തില്ല. ഇത് എടുത്തിട്ട് ഓക്കെ ഗൈസ്, ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് വെക്കാം. അതവിടെ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്കിനി 2 ലൈറ്റ് ഉണ്ട്. ഒരെണ്ണം നമുക്ക് സ്റ്റോറേജ് വെക്കാം ഗൈസ്, കാരണം അവിടെ വെട്ടമില്ല, ഒട്ടും വെട്ടമില്ല. ഇത് നമുക്ക് സെല് ചെയ്യാൻ പറ്റും ഗൈസ് ലൈറ്റ്. ഓക്കെ, സ്റ്റോറേജിന് നടുക്കൊരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണമുണ്ട്, അത് ഇനി എവിടെ വെക്കണം? ഇങ്ങോട്ടേനെ വെക്കാം ഗൈസ്, കുറച്ച് വെട്ടമായിക്കോട്ടെ. ഓക്കെ, അവിടെ വെക്കാൻ പറ്റത്തില്ല, എന്തായാലും കാര്യമായി. ഇതിനകത്ത് എവിടെ ഞാൻ ലൈറ്റ് കൊണ്ട് വെക്കാനാ? ഇവിടെ ഏതോ പോസ്റ്റിന് പറ്റുമല്ലേ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഷെൽഫ് തൂക്കിയെടുത്തിട്ട് പെട്ടിക്കകത്താക്കിയിട്ട് വിൽക്കാൻ പറ്റും ഗൈസ്. ഈ ഷെൽഫ് എന്തായാലും ഇങ്ങോട്ട് ഒതുക്കി വെക്കാം. നമുക്ക് ഷെൽഫ് വെക്കാൻ എന്തായാലും സ്ഥലം കിട്ടുന്നുണ്ട് ഗൈസ്. ഈ ഷെൽഫിൻ്റെ ആവശ്യം നമുക്ക് തൽക്കാലത്തേക്കില്ല, പക്ഷേ ഞാൻ ഇവിടെ വെക്കും ഗൈസ്. ഞാനിപ്പോൾ തോനെ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിനകത്ത് നിറയ്ക്കും, എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് കച്ചവടം നടത്താം. അയ്യോ വരുന്നില്ല. ഓക്കെ ഗൈസ്, അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രിഡ്ജ് അവിടെ എത്തിക്കിട്ട് ഗൈസ്. നമുക്ക് ബാക്കി ഷെൽഫും സാധനമൊക്കെ വെച്ച് ഓക്കെ ഗൈസ്, നമ്മുടെ കട അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഇസ്മേൻ കട സൈനിങ് ഓഫ് ഗൈസ്.